നമസ്കാരം, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്താണുള്ളത്. ഇവിടെ നല്ല കാലാവസ്ഥയാണ്, മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി കാര്യം ഫസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് എവിടെയുള്ളതെന്ന് വെച്ചാൽ അതാ ഭാരത് സേവക് സമാജത്തിൻ്റെ ദേശീയ ഓഫീസിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ എന്തിനാണ് വന്നത് കാര്യങ്ങളൊക്കെ വഴിയെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ കാണാം. ഭാരത് സേവക് സമാജ് ഡൽഹിയിൽ 1982 നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് രൂപീകരിച്ചത്. രാജ്യത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെ ആദരിക്കുക എന്നതാണ് BSSൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ നമ്മുടെ സുജു അതിനർഹയായി. പയ്യോളി മുനിസിപ്പാലിറ്റി കൗൺസിലർ, അഭിനേത്രി, ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, സംവിധായക, പാലിയേറ്റീവ് പ്രവർത്തക. മുല്ലപ്പൂവ് എന്ന ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ ഫിലിമിന് അസോസിയേഷൻ ഓഫ് ഷോർട്ട് മൂവി മേക്കേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് സംവിധായകർക്കുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ്, പ്രേംനസീർ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. മികച്ച സാമൂഹ്യ സേവനത്തിന് ബഹുജന സാഹിത്യ അക്കാദമിയുടെ സേവരത്ന നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2 സിനിമയ്ക്ക് വേണ്ടി ഗാനരചന നടത്തി. 15 വർഷം വടക്കര CM മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തിയേറ്റർ നഴ്സ്, ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ അസിസ്റ്റന്റുമായി ജോലി ചെയ്തിട്ടുണ്ട്. തണൽ പാലിയേറ്റീവ് പ്രവർത്തകയാണ്. കോഴിക്കോട് ജില്ലയിലെ പയ്യോളി മുനിസിപ്പാലിറ്റിയുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. 125 ഭിന്നശേഷി കുട്ടികൾ പഠിക്കുന്ന സ്കൂളായ ശാന്തി സദന സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും വയോജനങ്ങൾക്ക് വേണ്ടി കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ചെയ്തുവരുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് കൊണ്ട് നൽകിയാതിരിക്കുന്നത്. സെപ്റ്റംബർ 1 അസാധാരണമായ നിലയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച ഗസറ്റാണ്. ഈ വിജ്ഞാനപ്രകാരം ഭാരതീയ സമാജത്തിനെ അവർ വ്യക്തമാക്കുന്നത് ഭാരതീയ സമാജ്, ദ നാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസി പ്രൊമോട്ടഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ദേശീയ വികസന ഏജൻസി പ്രൊമോട്ടഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ് ഭാരത് സർക്കാർ ഇതിനെക്കുറിച്ച് വിശേഷിച്ചിട്ടുള്ളത്. ഇങ്ങനെ അസാധാരണമായ ഗസറ്റ് പുറപ്പെടുവിച്ചുകൊണ്ട് രാജ്യത്ത് ഒരു സംഘടനയും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഭാരതീയ സമാജ് മാത്രമാണ്. പാർലമെൻറ്റിൻ്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി പ്ലാനിംഗ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം രാജ്യത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ള, രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രവർത്തന സംവിധാനമാണ് ഭാരത് സേവക് സമാജ്. ഇത് ദേശീയ പ്രസ്ഥാനമാണ്, രാജ്യത്തെ ജനങ്ങളുടെ ദേശീയ പ്രസ്ഥാനമാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടത് നമ്മുടെ ഭാരതീയ സമാജത്തിൻ്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി ജയ ശ്രീകുമാർ ഓരോരുത്തരെയും കുറിച്ച് വിശദമായി സംസാരിച്ചു. ഒപ്പം ഭാരത് സേവക് ബഹുമതിയെക്കുറിച്ച് സംസാരിച്ചു. എന്തിനാണ് ഭാരത് സേവക് ബഹുമതി ആൾക്ക് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു. രാജ്യം നമുക്കറിയാമല്ലോ, സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം ആഘോഷിച്ച് കഴിഞ്ഞ രാജ്യമാണ് ഇവിടെ. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആകാംക്ഷാപൂർവമാണ് ഭാരതത്തിൻ്റെ ഓരോ സ്വാതന്ത്ര്യ ദിനവും. ഒരഭിമാനം തോന്നിയ നിമിഷമായിരുന്നു സുജുവിന് ഈ ഒരു അവാർഡ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. तव शुभ नामे जागे